അങ്ങനെ ഓണവും കഴിഞ്ഞ് ക്രിസ്മസും കഴിഞ്ഞ് ഞാൻ അവതരിപ്പിക്കുന്നു ഫസ്റ്റ് വിഷു അറ്റ് സെലസ്. ഞങ്ങളുടെ വർക്കിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. പട്ടിപ്പണിയാണെങ്കിൽ ഇതുപോലെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. ആ എൻ്റർടൈൻമെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഓഫീസ് ലൈഫൊക്കെ സർവൈവ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇന്നത്തെ സെലിബ്രേഷൻ അങ്ങനെ കുറേ പരിപാടികളൊന്നുമില്ല. കൂടുതലും വർക്കിൻ്റെ സമയം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ചുരിദാറിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ന് അവിടെ കണി ഒരുക്കിയിട്ടുണ്ട്, പിന്നെ വിഷുപ്പാട്ടുണ്ട്, പിന്നെ പായസം കിട്ടും. അതാണ് മെയിൻ ഐറ്റം. ഞങ്ങളുടെ ഓഫീസിൽ ഒരു ടീം തന്നെയുണ്ട്. എന്താണ് അടുത്ത സെലിബ്രേഷൻ, എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം, എന്തൊക്കെ പരിപാടി വേണം, അതിന് എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാ. അതുകൊണ്ട് തന്നെ എപ്പോഴും കളർഫുൾ ആവാറാ പതിവ്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് പരിപാടിയുടെ സമയം വളരെ കുറവായിരുന്നു. കൂടുതലും ഞങ്ങൾക്ക് വർക്ക് ഉള്ളതുകൊണ്ടാണ് ഷൂട്ടൊന്നും അധികം ഞാൻ ചെയ്തില്ല. പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വർക്ക് സ്റ്റേഷനിൽ ഫോൺ അലൗഡ് അല്ല. പിന്നെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാഫറ്റീരിയയിലും ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തുള്ള വീഡിയോസാണ് ഞാൻ ഇന്ന് കവർ ചെയ്തേക്കുന്നത്. സ്കൂളിലും കോളേജിലും പല പരിപാടികൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ വിഷു അങ്ങനെ ആഘോഷിക്കാൻ പറ്റാറില്ല. കാരണം ആ സമയത്ത് നമുക്ക് വെക്കേഷൻ ആയിരിക്കുമല്ലോ. പിന്നെ വിഷു ഇത്തവണ ഇങ്ങനെ ആഘോഷിച്ചു. കണിയൊക്കെ ഒരുക്കി വന്നപ്പോഴേക്കും എന്ത് രസമായിരുന്നു എന്നറിയോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിഷുപ്പാട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മെയിൻ ഐറ്റം വന്നു, അതായത് പായസം. ഇത്തവണ ഞങ്ങൾക്ക് ടിന്നിലായി തന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് പൊട്ടിച്ചത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞാൻ 500 സബ്സ്ക്രൈബേഴ്സ് അടിച്ചേ, യേ! അപ്പോൾ ഈ 1 year ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ലോട്ട്സ് ഓഫ് ലവ്. താങ്ക് യു ഗൈസ്, ലവ് യു സോ മച്ച്.